ഹായ് ഗായ്സ്, പവിത്രം പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പോലീസ് വിക്രമിന്റെ വീട്ടിൽ വരുമ്പോൾ വിക്രം അവിടെ ഉണ്ടായിരുന്നില്ല. കമലയോടും മാഷിനോടും പറയുന്നത്, ഇത്തവണ അവൻ ഞങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല, അവൻ കുത്തുന്നത് കണ്ട ദൃക്സാക്ഷികളുണ്ട് എന്ന് പറയുമ്പോൾ കമലയ്ക്ക് ആകെ വിഷമമാവുന്നു. പിന്നീട് വിക്രം ചോദിക്കുന്നത്, നമുക്ക് അവനെ അങ്ങ് പൊക്കിയാലോ രാജേട്ടാ, സംഗതി തെളിയിക്കാൻ അതേ ഒരു മാർഗമുള്ളൂ എന്ന്. അങ്ങനെ വിക്രമും രാജനും പുളിക്കനെ തേടിയിറങ്ങുമ്പോൾ തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറഞ്ഞതുപോലെ പുളിക്കൻ നേരെ വരുന്നുണ്ടായിരുന്നു. വിക്രം ടോർച്ച് ലൈറ്റ് നേരെ പുളിക്കന്റെ മുഖത്തേക്ക് അടിക്കുന്നു. അയാൾ അത് താങ്ങാൻ പറ്റാതെ കൈകൊണ്ട് മുഖം മറയ്ക്കുന്നുണ്ട്. എടോ, തന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം താൻ എന്തോ ഒളിക്കുന്നുണ്ട് എന്ന്. പറയടോ, എന്താ ശരിക്കും സംഭവിച്ചത് എന്ന് വിക്രം ചോദിക്കുമ്പോൾ പുളിക്കൻ പതുക്കെ അവിടെ നിന്ന് മുങ്ങാൻ ശ്രമിക്കുന്നു. വിക്രം മരക്കഷ്ണം കാലിലിട്ട് പുളിക്കനെ വീഴ്ത്തി 3-4 ഇടി കൊടുത്തു. ഇടികൊണ്ടു മതിയായ പുളിക്കൻ താഴെയിരുന്നു പോകുന്നുണ്ട്. പറയാം, ഇനി എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് താഴെ നിന്നും കയ്യിൽ മണ്ണ് കോരിയെടുത്ത് വിക്രമിന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്നു. എന്നിട്ട് അവിടെ നിന്നും ഓടി ഒരു പഴയ കെട്ടിടത്തിന്റെ മറവിൽ ഒളിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ്. ശ്രീകാന്ത് വാസവനെ വിളിച്ച് ഞങ്ങൾ അവനിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. അത് കേട്ട വാസവൻ തോക്കുമെടുത്ത് വീട്ടിൽ നിന്നിറങ്ങുന്നു. പിറകെ വരുണിന്റെ അമ്മയുമുണ്ട്. ശ്രീകാന്ത് ഫോൺ ചെയ്യുന്നത് മറിഞ്ഞു നിന്ന് വേദയും കേൾക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ശ്രീകാന്തിന്റെ പണിയാണെന്ന് മനസ്സിലാക്കിയ വേദയും പതുക്കെ വിക്രമിനെ രക്ഷിക്കാനുള്ള ശ്രമം തുടങ്ങുന്നു. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. വിക്രം ഇത് ചെയ്യില്ല എന്ന് വേദയ്ക്ക് നന്നായി അറിയാം. എങ്കിലും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ തെളിവ് വേണ്ടേ? അതിനുള്ള ശ്രമത്തിലാണ് വേദയും വിക്രമും. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോ ആയി വരുന്നതുവരെ കാത്തിരിക്കുക.